3 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിനെ കുറിച്ച് അഭിമാനിക്കുന്ന ഒരു ഐക്കോണിക് നടൻ. തന്റെ ഈ മുഖം കാണാൻ തിയേറ്ററിൽ ആരെങ്കിലും കയറുമോ എന്ന് ചോദിച്ചവരെ കൊണ്ട് മാറ്റി പറയിപ്പിച്ച ഒരു നടൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ തന്റെ സിനിമാ കരിയർ ആരംഭിക്കുകയും 18 വയസ്സായപ്പോഴേക്കും മുൻനിരക്കാരനായി മാറുകയും ചെയ്ത ഒരാൾ. നിരവധി ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ അദ്ദേഹത്തിന്റെ വലയിലായതിനാൽ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളായി മാറി. മറ്റാരുമല്ല, തമിഴകത്തിന്റെ സ്വന്തം ജോസഫ് വിജയ് ചന്ദ്രശേഖർ. ജൂൺ 22 മദ്രാസിലായിരുന്നു ജനനം. പിതാവ് എസ് ചന്ദ്രശേഖർ പ്രശസ്ത സംവിധായകനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സിനിമ ഒരു പുതിയ മേഖലയായിരുന്നില്ല. കൊച്ചു വിജയ് 10 വയസ്സുള്ളപ്പോഴാണ് വെട്രി എന്ന ചിത്രത്തിലൂടെ ആദ്യമായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത്. കുഞ്ഞുനാൾ മുതൽ തന്റെ പിതാവിന്റെ അധിക സിനിമയിലും അദ്ദേഹം ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട്. തന്റെ 18-ാം വയസ്സിൽ നാളെ തീർപ്പ് എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം നായകനായി അരങ്ങേറ്റം കുറിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ആ സിനിമ വിജയിച്ചില്ല. മാത്രവുമല്ല, അദ്ദേഹം ഒരുപാട് പരിഹാസങ്ങൾക്കും ഇരയായി. തന്റെ ഈ മുഖം കാണാനൊക്കെ ആരെങ്കിലുമൊക്കെ തിയേറ്ററിൽ വരുമോ എന്ന് വരെ കളിയാക്കി ചോദിച്ചവരുമുണ്ട്. എങ്കിലും അദ്ദേഹത്തിന് അതെല്ലാം ഒരു സുപ്രധാനമായ തുടക്കമായിരുന്നു. അടുത്ത കുറച്ചു വർഷങ്ങളിൽ അദ്ദേഹം വിവിധ വേഷങ്ങൾ പരീക്ഷിച്ചു. ചിലതെല്ലാം വാണിജ്യപരമായി വിജയിച്ചു. 1994 ഇറങ്ങിയ രസികൻ, 1995 ഇറങ്ങിയ ദേവ തുടങ്ങിയ സിനിമകൾ അച്ഛന്റെ സംവിധാനത്തിൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ പ്രകടമാക്കി. 1996 പൂവേ ഉണക്കാകെ എന്ന റൊമാന്റിക് ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ കരിയറിന് വഴിത്തിരിവായത്. ഈ ചിത്രം വിജയെ ഒരു യൂത്ത് ഐക്കണായി സ്ഥാപിച്ചു. ആകർഷണീയതയും സ്ക്രീൻ പ്രസൻസും കൊണ്ട് അദ്ദേഹം പ്രേക്ഷകരെ കയ്യിലെടുത്തു. 1997 ഇറങ്ങിയ ലവ് ടുഡേ, അതേ വർഷം തന്നെ ഇറങ്ങിയ കാതലുക്ക് മര്യാദ എന്നീ ചിത്രങ്ങളിലൂടെ വിജയം തുടർന്നു. അതിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പോലും നേടിയെടുത്തു. 1998 തമിഴ്നാട് ഗവൺമെന്റ് അദ്ദേഹത്തിന് കലാമൈമണി പുരസ്കാരം നൽകി ആദരിച്ചു. 90കളുടെ അവസാനത്തിൽ വിജയ് ഒരു ബാങ്കബിൾ സ്റ്റാർ ആണെന്ന നിലയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു. 1999 പുറത്തിറങ്ങിയ തുള്ളാത്ത മനവും തുള്ളും എന്ന സിനിമയിലൂടെ അസാധാരണമായ നൃത്ത ചുവടുകൾ കാഴ്ചവെച്ചതോടെ ജനഹൃദയങ്ങളിൽ അദ്ദേഹം ഒരു ഐക്കോണിക് റൊമാന്റിക് ഹീറോ കൂടിയായി മാറി. 2003 പുറത്തിറങ്ങിയ അദ്ദേഹം അഭിനയിച്ച ഗില്ലി എന്ന സിനിമ 50 കോടിയിലധികം കളക്ഷൻ നേടുന്ന ആദ്യ തമിഴ് ചിത്രമായി മാറി. അതിനുശേഷം ആരാധകർക്കിടയിൽ അദ്ദേഹം വെറും ഒരു വിജയായിരുന്നില്ല, ആരാധക ഹൃദയം തൊട്ടറിഞ്ഞ ദളപതിയായിരുന്നു. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തെ തൊട്ടറിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരാധകർ അദ്ദേഹത്തിന് നൽകിയ ഒരു പദവിയായിരുന്നു. പിന്നെയും ഒരുപാട് വിജയ ചിത്രങ്ങളുടെ ഭാഗമാവാൻ അദ്ദേഹത്തിന് സാധിച്ചു. 2010കളുടെ അവസാനത്തിൽ തുപ്പാക്കി, കത്തി, സർക്കാർ എന്നുൾപ്പെടെയുള്ള ഒരുപാട് വാണിജ്യപരമായി വിജയിച്ച ചിത്രങ്ങളുടെ ഭാഗമാവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സിനിമ അഭിനയത്തിനു പുറമെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും കൂടി നടത്തുന്ന ആളാണ് ഇദ്ദേഹം. 2023 ലിസ്റ്റിൽ ഏഷ്യയിലെ ഈസ്റ്റേൺ ഐയിലെ മികച്ച സെലിബ്രിറ്റികളിൽ ഇടം നേടിയ ബോളിവുഡ് നടന്മാരിൽ ഏക തമിഴ് നടൻ കൂടിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ വളർച്ച പുതുമുഖ നടന്മാർക്ക് പ്രചോദനവും ആരാധകർക്ക് അഭിമാനവുമാണ്. 2024 സിനിമയിൽ നിന്നും വിരമിക്കുന്നതായും രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതായും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. എത്ര സിനിമാ പാരമ്പര്യമുണ്ടെങ്കിലും, എത്ര സൂപ്പർ ഹിറ്റ് സിനിമകൾ ഉണ്ടെങ്കിലും തന്റേതായ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പാടുപെടുന്ന ഈ ഒരു കാലത്ത് 3 പതിറ്റാണ്ടിലേറെ കാലം ജനഹൃദയങ്ങൾ കീഴടക്കിയ ഇദ്ദേഹത്തിന്റെ സ്റ്റോറി ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്.